ഹായ് ഗായ്സ്, വെൽക്കം ടു തക്രൂസ് വേൾഡ്. തക്രൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇന്ന് തിരൂർക്ക് പോവുക കേട്ടോ. തിരൂർക്ക് ഇതുവരെയായിട്ട് പോയിട്ടില്ല. അപ്പം ഇന്ന് അങ്ങോട്ടേക്ക് പോണ വിശേഷങ്ങളാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മൊബൈൽസൊക്കെ ഒന്ന് ആശയമായിട്ടിരിക്കുകയായിരുന്നു. ഇക്കാൻ്റെ ഫോൺ പ്രത്യേകിച്ച് എൻ്റെ ഫോൺ വെച്ച് ചാർജ് കയറുന്നില്ല. ഇക്കാൻ്റെ ഫോൺ വെച്ചെങ്കിൽ ചാർജ് കയറിയാലും പെട്ടെന്ന് തന്നെ അതേപോലെ ചാർജ് ഇറങ്ങുക. ബാറ്ററിക്ക് എന്തോ കംപ്ലൈൻറ്റ്. അപ്പോൾ വിചാരിച്ച് തിരൂര് ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന്. അപ്പോൾ വെള്ളിയാഴ്ച മാർക്കറ്റിൽ നമുക്ക് റേറ്റ് കുറയുന്ന കുറച്ച് ഫോണുകളൊക്കെ കിട്ടും. ഫോണുകൾ, ലാപ്ടോപ്പ്, ടാബ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് പോയി നോക്കാച്ചിട്ട് തിരൂർക്ക് പോവുകയാണ്. എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് അറിയില്ല. ഇവിടുന്ന് ട്രെയിനിന് പോകണോ അതോ ബസ്സിന് പോകണോ അതോ നമുക്ക് സ്കൂട്ടി ഉണ്ടല്ലോ, സ്കൂട്ടിയിൽ പോകണോ ഒന്നും അറിയില്ല. സ്കൂട്ടിയിൽ പോവുകയെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ എവിടെയെങ്കിലൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ഇഷ്ടം പോലെ പോവാം സ്കൂട്ടിയിൽ പോവുകയെങ്കിൽ. പക്ഷെ മഴ കൊള്ളണം എന്ന് വെച്ചെങ്കിൽ മഴ ഇല്ല. പക്ഷെ ചിലപ്പോൾ മഴ ചില സ്ഥലത്ത് ഇങ്ങനെ പെയ്യുമെന്നും അറിയില്ല. പിന്നെ ട്രെയിനിന് പോവുകയെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തും. ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ട്രെയിനിന് പോയിച്ച് വേഗം എത്തും. മഴ നനയണ്ട. പക്ഷേ ഭയങ്കര തിക്കും തിരക്കാവും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോഴിക്കോട് പോയപ്പോൾ ഞാൻ വീഡിയോ ഇട്ടില്ലേ, നമുക്ക് നിൽക്കാനൊന്നും സ്ഥലമില്ലാണ്ട് ഭയങ്കര തിക്കും തിരക്കായിരുന്നു. അപ്പോൾ ട്രെയിനിന് പോകണമെന്നും ചെറിയൊരിതാണ്. പിന്നെ ബസ്സിന് തീരെ ഞാൻ പോവില്ല, കാരണം ഛർദ്ദിച്ച് കൊള്ളാക്കും. എനിക്ക് തീരെ ബസ് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മഴ ഉണ്ടെങ്കിൽ ഞങ്ങൾ 2 വീലറിൽ പോയി തൃശ്ശൂർ വണ്ടി വെച്ചിട്ട് ട്രെയിനിന് പോവും. അല്ലെങ്കിൽ മഴ ഇല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി മെല്ലെ മെല്ലെ നിർത്തി ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടൊക്കെ പോവുള്ളൂ. കാരണം എനിക്ക് വെച്ചെങ്കിൽ തണ്ടൽ വേന ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ലോങ്ങൊന്നും വണ്ടിയിൽ ഇരുന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ വണ്ടി എവിടെയെങ്കിലുമൊക്കെ നിർത്തി അങ്ങനെയായിട്ട് പോകുന്നുണ്ടാവുള്ളൂ. എന്താ കറക്റ്റായിട്ടുള്ള സംഭവം നിൽക്കാക്ക് മാത്രമേ അറിയുള്ളൂ എങ്ങനെ പോകണേന്നും. അപ്പോൾ അതൊക്കെ ഞാൻ കാട്ടിത്തരാം. പിന്നെ അപ്പോൾ തിരൂർ പോയിട്ടുള്ള സംഭവം എന്താണെന്ന് സക്സസ് ആവുമെന്ന് എനിക്ക് അറിയില്ല. പറഞ്ഞാൽ എന്താ അറിയോ, തിരൂര് ഫോണുകളൊക്കെ റേറ്റ് കുറവാണ് തിരൂര്. പക്ഷേ അതൊക്കെ പെട്ടെന്ന് നാശമാവും അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. അത്രയും ക്വാളിറ്റി കുറവുള്ളതുകൊണ്ടാണ് അത്രയും റേറ്റ് കുറച്ച് കൊടുക്കണേ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് അവിടെ നിന്ന് പോയി നോക്കാം എങ്ങനെ കാര്യങ്ങളെന്ന്. പിന്നെ ഫോണുകൾ മാത്രമല്ല, നമ്മുടെ ഡ്രസ്സുകളായാലും കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങളായാലും ഒക്കെ റേറ്റ് കുറവാട്ടോ. ഞാൻ ഫോണിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇക്ക ചെറിയ കുട്ടിയാകുമ്പോൾ അവിടുത്തെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. തിരൂര് അവിടെ എത്തിങ്ങാനയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഇക്ക. അപ്പോൾ ഇക്കാക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പരിചയമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇക്കാനായിട്ട് തന്നെയാണ് പോണതും. അപ്പോൾ ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും അവിടുത്തെ വെള്ളിയാഴ്ച ചന്ത എങ്ങനെയാണ്, അതുപോലെ തന്നെ ഫോണുകൾക്കൊക്കെ എത്ര റേറ്റ് കുറവാണ്, നമുക്ക് ഫോണുകൾ യൂസ്ഫുള്ളാണോ, എത്ര കാലം ഉപയോഗിക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന വീഡിയോ കാണാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഞങ്ങൾ അങ്ങനെ അവസാനം തീരുമാനിച്ചു കേട്ടോ, സ്കൂട്ടിയിൽ തന്നെ പോവാന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ പോകുമ്പോൾ ഭയങ്കര തിക്കും തിരക്കൊക്കെ. അപ്പോൾ പിള്ളേർ ഭയങ്കര കരച്ചിലാവട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ട്രെയിനിൽ പോകുമ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് എവിടെയെങ്കിലൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് മെല്ലെ അങ്ങോട്ട് പോവാന്ന് വെച്ചു സ്കൂട്ടിയിൽ തന്നെ. അപ്പോൾ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഇതൊരു പാലാണ് കേട്ടോ. ഇത് ഏത് പാലാണ് നിങ്ങൾക്ക് മനസ്സിലായ? ഇത് നമ്മുടെ സ്വന്തം കുറ്റിപ്പുറം പാലാട്ടോ. ഈ പാലത്തിനെ പറ്റിയിട്ട് കുറേ കഥകളുണ്ട് കേട്ടോ. നിങ്ങളൊരു പാട്ടൊക്കെ കേട്ടിട്ടില്ലേ ഈ പാലത്തിനെ പറ്റിയിട്ട്? പാലോം പാലോം നല്ല നടപ്പാലം. ആ പാലാണ് കേട്ടോ ഈ പാലം. ഒരു സ്ത്രീനെ ബലി കൊടുത്തിട്ടുള്ള പാലാണ് കേട്ടത് ഈ പാലം. എന്താ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാലം പണിയാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് ഉറക്കണില്ലേ ഇതിൻ്റെ തൂണുകളൊന്നും. അപ്പോൾ ഒരു സ്ത്രീയുടെ രക്തം വീണാലാണ് ഈ പാലത്തിൻ്റെ തൂണ് ഉറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കുട്ടിയുള്ള ഒരു സ്ത്രീനെ ബലി കൊടുത്തിട്ടാണ് ഈ പാലം നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കൂടെയൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ആ സ്ത്രീ ഇങ്ങനെ പൊന്നൂന്ന് വിളിക്കണ പോലെ കേൾക്കാം, അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ ചിലവർ. നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്, കേട്ടുകേൾവിയാണ്. ഇതുവരെയായിട്ട് ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് കേൾക്കേണ്ടതൊക്കെ നമ്മൾ കേട്ടുകേൾവി എന്നല്ലേ പറയുക. അപ്പോൾ അങ്ങനെ കേട്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ. ആ പാലാണ് കേട്ടോ ഇത്, കുറ്റിപ്പുറം പാലം. ഞാനും ആദ്യമായിട്ടാട്ടോ ഈ പാലം കാണുന്നത്. നിങ്ങൾ ഈ പാലം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ഐതിഹ്യ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പാലം കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താണ്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ വെച്ചിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. അപ്പോൾ എൻ്റെ പോലെ ഇനി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്തു കേട്ടോ. കുറേ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുന്നതൊക്കെ കുറേ ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ. ഞാൻ തന്നെ കുറേ നേരം ഇരുന്നിട്ട് എൻ്റെ തണ്ടലൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നിർത്തി ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ മെല്ലെ മെല്ലെയാണ് കേട്ടോ പോണത്. നമുക്ക് സ്വന്തമായി വണ്ടി ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ മെല്ലെ മെല്ലെ പോയാലും പ്രശ്നമില്ല. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ സ്ഥലത്തെത്തും. നമുക്ക് എവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല, പിന്നെ കുറേ നടക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ സ്വന്തം വണ്ടിയിൽ വന്നുകൊണ്ട് മെല്ലെ മെല്ലെ നിർത്തി ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടാണ് പോണത്. അപ്പോൾ പോണ വഴിക്ക് അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരൂർ വന്ന് ഇറങ്ങിയിട്ട.
കേട്ടാ. ഇനി ഞാൻ ജീവിതത്തിൽ വണ്ടിയിൽ ഇത്രയും ദൂരം വരില്ല എന്നായിരുന്നു എനിക്ക്. കാരണം അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം പിള്ളേരൊക്കെ ആയിട്ട് പോയതുകൊണ്ട് തന്നെ പിള്ളേരടക്കം കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പോയി കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പിന്നെ കല്യാണത്തിന് മുമ്പാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം ഭയങ്കര തണ്ടൽ വേദനയാണ് കേട്ടോ വണ്ടിയുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെ തിരൂർ എത്തിയപ്പോൾ തന്നെ സമാധാനം. എത്തിയപ്പോൾ ഞാൻ ഭയങ്കര പൊട്ട സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. ഉള്ള കാര്യം തന്നെ പറയാലോ. ചുറ്റോറം കടകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. അടുപ്പിച്ച് കടകളായതുകൊണ്ട് തന്നെ ഭയങ്കര വൃത്തിക്കുറവുണ്ട്. അതുപോലെ തന്നെ പൊട്ട സ്മെല്ലും റോട്ട് കൂടെ തന്നെ മറ്റേ കാനകളൊക്കെ ചെറിയ കാനകളൊക്കെ പോകുന്നതൊക്കെ തന്നെ ചളിവെള്ളമായിട്ടാട്ടോ. അതിൻ്റെയൊക്കെ തോന്നുന്നു ഇങ്ങനെ പൊട്ട സ്മെല്ല്. അപ്പോൾ എനിക്ക് വെച്ചെങ്കിൽ വന്നപ്പോൾ തന്നെ ഇങ്ങനെ സ്മെല്ല് എടുത്തപ്പോൾ ഒരു അത് ഛർദ്ദിക്കാനൊക്കെ വരുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സൈഡ് കൂടെ കാണുന്നതൊക്കെ ഇല്ലേ ചെറുതായിട്ട്, അതൊക്കെ ഒരു ചെറിയൊരു കാന പോലെ കീറിയിട്ടേക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വേസ്റ്റ് വെള്ളമൊക്കെയാണ് വരേണ്ടത്, ചളിവെള്ളമൊക്കെ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ കണ്ടതൊക്കെ ഫുള്ള് ചളിവെള്ളം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കൊതുകുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നടന്ന് കാണാനുള്ള സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. ഇതൊരു മാർക്കറ്റ് പോലെയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതേ നമുക്ക് വണ്ടിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നടന്നു പോയിട്ട് വേണം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഹെഡ്സെറ്റിൻ്റെ ഒക്കെ ഒരു കടയ്ക്കായിട്ട് എത്തിക്കുന്നത്. ഇവിടെ ഹെഡ്സെറ്റ്, ഫോണിൻ്റെ പൗച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹെഡ്സെറ്റിനൊക്കെ റേറ്റ് കുറവാട്ടോ. 30 രൂപ 20 രൂപയ്ക്കാണ് ഉള്ളൊക്കെ കൈ പിടിച്ചേക്കുന്നത് കണ്ട. ഇതിനവിടെ 30 രൂപ ഉള്ളൂ കേട്ടോ. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല. ഞങ്ങളുടെ നോട്ടെന്ന് പറയുന്നത് ഒന്നാലെ ടാബ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോൺ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വെച്ചിട്ടാണ് ഇറങ്ങിയത് തന്നെ. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കാണാം കേട്ടോ. പിന്നെ കുറേ കച്ചവടക്കാരിരിക്കുന്നുണ്ട് കേട്ടോ. ചുറ്റോറം കച്ചവടക്കാരിരിക്കുന്നുണ്ട്. അത് നിലത്തിരുന്നിട്ടും വണ്ടിയിലും ഒക്കെ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കുറേ പാത്രങ്ങളുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കുറേ ഫോണിൻ്റെ പൗച്ചുകളും കാര്യങ്ങളും, പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറേ ഡ്രസ്സുകൾ, പിന്നെ സ്കൂളൊക്കെ തുറക്കുന്നതിനനുബന്ധിച്ച് പിള്ളേർക്കുള്ള ബാഗുകൾ ഒക്കെ റേറ്റ് കുറവാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് ഒരു 500 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം ഇവിടെ വന്ന ആ റേറ്റിൻ്റെ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 50 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. മിക്ക കച്ചവടക്കാരും ഇവിടെ വന്നിട്ട് റേറ്റ് കുറവിന് സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് റേറ്റ് കൂട്ടി വിൽക്കുന്നത്. ഇവിടെ എന്ത് സാധനം എടുത്താലും 30 രൂപ അങ്ങനത്തെ ഒക്കെ കുറേ കച്ചവടക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറയാം ഇവിടുന്ന് റേറ്റ് കുറവിന് ആൾക്കാർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് 500 രൂപയും 600 രൂപയായിട്ടും കടകളിൽ കൊണ്ടുപോയി വിൽക്കുക എന്നിട്ട് അവർ പറഞ്ഞത്. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ സ്വന്തം റിസ്കിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കത് പിന്നീട് നാശമായി കഴിഞ്ഞാൽ റിട്ടേൺ കൊണ്ടുവരുത്ത് അവർ എടുക്കില്ല. കാരണം അവർക്ക് തന്നെ ഉറപ്പില്ലാത്ത കാര്യങ്ങളാട്ടോ ഇതൊക്കെ. അവർ തന്നെ പറയും ഇതിന് ചാർജർ ഇല്ല ചില ഫോണിന്, അതുപോലെ ചില ഫോണിന് ബാറ്ററി ഇല്ല, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ എടുക്കണ്ട. ഞാനൊരു ലാപ്ടോപ്പിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ 1500 രൂപ ഉള്ള കേട്ടോ. ലാപ്ടോപ്പ് കാണാനൊന്നും കുഴപ്പമില്ല, നല്ല കമ്പനീൻ്റെ ഒക്കെയാണ് ലാപ്ടോപ്പ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചാർജർ ഇല്ല ആ ലാപ്ടോപ്പിന്. അതുപോലെ തന്നെ വർക്ക് ആവുന്നുണ്ടോയെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവർ പറഞ്ഞ് ചാർജ് കുത്തി കഴിഞ്ഞാൽ വർക്ക് ആവുമെന്നാണ് അവർ പറയുന്നത്. എന്നൊന്ന് ഓണാക്കി കാട്ടിത്തരാൻ പറയുമ്പോൾ അവർ പറയണു ഓണാക്കി കാട്ടിത്തരാൻ ചാർജർ ഇല്ല, ഇത് വർക്ക് ആവേണ്ടതാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. നമ്മുടെ സ്വന്തം റിസ്കിൽ വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഞങ്ങൾ ഇത്രയും റേറ്റ് തന്നിട്ട് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ തിരിച്ചെടുക്കുമോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ഞങ്ങൾ എടുക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്നാട്ടോ അവർ പറഞ്ഞത്. ഫോണുകളൊക്കെ നിസ്സാര വിലയ്ക്ക് വിൽക്കാണ്ട് കേട്ടോ. 1500 2000 രൂപ തൊട്ടിട്ട് സ്റ്റാർട്ടിങ് ആണ് ഫോണുകളൊക്കെ. പക്ഷേ എല്ലാറ്റിനും ഭയങ്കര മിസ്റ്റേക്കുള്ള ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ട് എല്ലാ കടകളിലും അവർക്ക് തന്നെ യാതൊരു ഉറപ്പില്ല ഫോണുകൾ. എനിക്ക് തോന്നുന്നു വഴിയിലൊക്കെ കിട്ടുന്ന ഫോണൊക്കെ കൊടുന്ന് വെച്ചേക്കുക തോന്നുന്നു. അവരത് പറയണുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള പോലെ. സത്യത്തിൽ ഇത്രയും ദൂരം വന്നത് തന്നെ വെറുതെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടാണ്. കാരണം ഞാൻ ഫോണിൽ കുറേ വീഡിയോസ് കണ്ടതിൽ എല്ലാം അങ്ങനെ ചിലതൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് കാട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോണിലെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ പോയത് തന്നെ. പക്ഷേ തിരൂർ എത്തിയപ്പോഴാണ് മനസ്സിലായത് സത്യാവസ്ഥ. നമുക്ക് ചിലപ്പോൾ കയ്യത്തെ കാശ് പോവുള്ളൂ. കാരണം നമ്മളൊരു മുതലെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കായില്ലെങ്കിൽ നമ്മുടെ കാശ് പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒന്നും ഗ്യാരൻറ്റിയും ക്വാളിറ്റിയും ഇല്ലാത്ത സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉള്ളത്. പിന്നെ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് കുഴപ്പമില്ല, റേറ്റ് കുറവിന് 100 രൂപ തൊട്ടിട്ട് ബാഗുകൾ കിട്ടാണ്ട് കേട്ടോ. അതൊക്കെ നല്ല കാര്യമാണ്, കുഴപ്പമില്ല. നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ ബാഗുകളാണ്. പിന്നെ ഡ്രസ്സുകളുണ്ട്, നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഡ്രസ്സുകൾ. തക്കുടൂനൊരു ടാബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 500 രൂപ ഉണ്ടായിരുന്നുള്ള ടാബിന്. കാണുമ്പോൾ ഒരു പ്രശ്നമില്ല ആ ടാബിന്, പക്ഷേ വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ ഫുൾ ഡാമേജ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. ചാർജ് കയറുന്നില്ല, അതുപോലെ ചൈനീസ് ഭാഷ ഒക്കെ എഴുതി കാണിക്കുക, അങ്ങനത്തെ ഒരു ടാബായിരുന്നു കേട്ടോ. ഫുൾ അബദ്ധം പറ്റി. ഇനി ഞാൻ തിരൂർ പോയിട്ട് ഒരു സാധനവും മേടിക്കില്ല എന്ന് വെച്ചു കേട്ടോ. അങ്ങനെ കളിപ്പാട്ട സെക്ഷനൊക്കെ നോക്കിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടോ. വീട്ടിൽ വരുന്ന വഴിക്ക് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കടയിൽ നിന്ന് തക്കുടിന് കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവ ആഗ്രഹിച്ചതല്ലേ വെച്ചിട്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ള അന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.